ബാഹുബലിക്ക് മുമ്പ് പലരുടെയും കണ്ണിൽ ട്രോൾ മെറ്റീരിയലായി മാത്രം ശ്രദ്ധ നേടിയ ഇൻഡസ്ട്രിയായിരുന്നു ടോളിവുഡ്. ബാഹുബലിക്ക് ശേഷം തെലുങ്ക് ഇൻഡസ്ട്രിയുടെ തലവര തന്നെ മാറുകയാണോ? പാൻ ഇന്ത്യൻ ഹിറ്റുകൾ തുടർച്ചയായി നൽകിക്കൊണ്ട് ഇന്ത്യൻ സിനിമയുടെ ടോപ്പിൽ ടോളിവുഡ് തിളങ്ങി നിന്നു. ബോളിവുഡിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു ഈ നേട്ടമൊക്കെ. എന്നാൽ ഈ വർഷം തെലുങ്ക് ഇൻഡസ്ട്രിക്ക് അത്ര നല്ല കാലമല്ല. 2026 ആരംഭിച്ച് പകുതിയെടുക്കുമ്പോൾ വമ്പൻ ഹിറ്റെന്നും പറയാൻ പോലും വെറും 3 സിനിമകൾ മാത്രമേ തെലുങ്കിലുള്ളൂ. സൂപ്പർ താരങ്ങളുടെ പല സിനിമകളും ബോക്സ് ഓഫീസിൽ അടപടലം തകരുകയായിരുന്നു. 80-ലേറെ സിനിമകളാണ് ഈ വർഷം തിയേറ്ററിലെത്തിയത്. സൂപ്പർ താരങ്ങളുടെ 40-ലധികം സിനിമകൾ ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണു. ചിരഞ്ജീവി നായകനായ മനശങ്കര വരപ്രസാദ് ഗാരു ഈ വർഷത്തെ ഏറ്റവും വലിയ പടംവാരി ചിത്രം 300 കോടിയിലേറെ ചിത്രം നേടിയത്. ബോക്സ് ഓഫീസിൽ തെലുങ്ക് മെഗാസ്റ്റാറിന്റെ തിരിച്ചുവരവാണ് ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചത്. പ്രവാസിന്റെ രാജാസാവാണ് ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രം. 400 കോടിയിലേറെ ചെലവഴിച്ച ചിത്രം ഒരുക്കിയ ചിത്രം 200 കോടി മാത്രം നേടി ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഡിസാസ്റ്ററായി മാറി. നവിൻ പോളി ഷെട്ടിയുടെ അനഘത ഒക്ക രാജു 100 കോടിയിലേറെ നേടിയാണ് മറ്റൊരു നേട്ടം. 15 കോടിയിലൊരുങ്ങിയ ചിത്രം 103 കോടിയാണ് സ്വന്തമാക്കിയത്. 150 കോടി മുതൽ മുടക്കിലൊരുങ്ങിയ പവർ സ്റ്റാർ പവർ കല്യാണിന്റെ ഉസ്താദ് ഭഗത് സിംഗ് 93 കോടി മാത്രം നേടി കളം വിട്ടു. ഹിറ്റില്ലാത്ത 13ാമത്തെ വർഷമാണ് പവർ സ്റ്റാറിൻ്റേത്. പവന് വെല്ലുവിളിയുമായി മാസ് മഹാരാജ രവി തേജയും കളത്തിലുണ്ട്. സംക്രാന്ത് റിലീസിനെത്തിയ ഭാരത മഹാസുലു വിജ്ഞാപനയും പരാജയമായതോടെ ഫ്ലോപ്പിന്റെ കാര്യത്തിൽ ഡബിൾ ഹാട്രിക് രവി തേജ സ്വന്തമാക്കി. വമ്പന്മാരുടെ അടിതെറ്റിയ വർഷത്തിൽ അപ്രതീക്ഷിത വിജയം നേടിയ ചില ചിത്രങ്ങളുമുണ്ട്. സണ്ണി സോഹന്റെ രാക്ഷസ, അദിതി ഷേറ്റന്റെ ഡക്കോയിറ്റ് എന്നിവയാണ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിരിക്കുന്നത്. എന്നാൽ പ്രവാസ് അടക്കമുള്ള വമ്പൻ താരങ്ങളുടെ തെലുങ്ക് ഇൻഡസ്ട്രി ഇപ്പോഴും മലയാളത്തിനും പിന്നിലാണ്. രണ്ട് 200 കോടിയും 100 കോടി ചിത്രങ്ങളുമാണ് ഈ വർഷം മോളിവുഡിൽ നിന്ന് പിറന്നത്. ജൂൺ 4-ന് പുറത്തിറങ്ങിയ പെദ്ദി ഹിറ്റായില്ലെങ്കിൽ തെലുങ്ക് ഇൻഡസ്ട്രിക്ക് രാം ചരണും വലിയ തിരിച്ചടിയാകുമെന്ന് സിനിമാ പേജുകൾ അഭിപ്രായപ്പെടുന്നു.